ഇന്ന് നമുക്ക് കടച്ചക്ക ഉപയോഗിച്ചിട്ടൊരു വെറൈറ്റി റെസിപ്പി നോക്കാം. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണ് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളത് കടച്ചക്ക പായസം എന്നൊക്കെ പറയും. പണ്ട് കടച്ചക്ക സീസണിൽ വൈകുന്നേരങ്ങളിൽ ഉമ്മച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതാക്കി മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് തയ്യാറാക്കാനായിട്ട് നല്ല വിളഞ്ഞിട്ടുള്ള കടച്ചക്ക നോക്കി എടുക്കട്ടെ, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടച്ചക്ക നമുക്ക് വേവിച്ചെടുക്കാനുള്ളത് രണ്ടാം പാലിലാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു മുറി തേങ്ങയിൽ നിന്നും ഞാനിവിടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് 3 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുവാണ്. 250 ml കപ്പിൽ 3 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അതായത് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കടച്ചക്ക നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് തേങ്ങാപ്പാലായതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പൊങ്ങി വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കടച്ചക്ക നല്ല സോഫ്റ്റായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 നുള്ളു ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏലക്കപ്പൊടി കൂടിപ്പോയാൽ ആ ഒരു കടച്ചക്കയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 നുള്ളു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് രണ്ടാം പാൽ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലിൽ നിന്നും കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ കൂടിപ്പോകരുത് കേട്ടോ. ഒത്തിരി കൂടിപ്പോയാൽ കുറുകിയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ രണ്ടാം പാലൊന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ രണ്ടാം പാലൊന്ന് കുറുകി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാം പാൽ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാലാണ്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടച്ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കടച്ചക്ക സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.